നമസ്കാരം. എനിക്ക് ഈ കഴിഞ്ഞ ആഴ്ച വീഡിയോകളൊന്നും ഇടാൻ പറ്റിയില്ല. അതിന് കാരണം ഒരു കാലാവസ്ഥയുടെ പ്രശ്നമായിരുന്നു. അപ്പോൾ ശനിയുടെ കാരകത്വങ്ങളെക്കുറിച്ച് പറയുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 2 ആഴ്ച കൊണ്ട് കമൻറ്റ് ബോക്സിൽ കുറച്ച് സംശയങ്ങളുണ്ട്, അതിന് ഉത്തരം കൊടുക്കേണ്ടതുണ്ട് എന്നതിനുമപ്പുറം, ജ്യോതിഷത്തിനുമപ്പുറം ഒരു ഗുരുതരമായ ഒരു പ്രശ്നം ഇന്ന് സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. അതിനെപ്പറ്റി അത് ഏത് മട്ടിലാണ് നാം നേരിടേണ്ടത് ജീവിതത്തെ എന്നതിനെപ്പറ്റി ഒരു വിവരണം തരാൻ പല വട്ടം ആലോചിച്ചതാണ്. ഈ എപ്പിസോഡിലെങ്കിലും അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ശനിയുടെ കാരകത്വങ്ങളിലേക്കുള്ള യാത്ര അടുത്ത ആഴ്ച. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്കും സംശയങ്ങളിലേക്കും കിടക്കാം. ശുക്രൻ 1-ാം ഭാവത്തിൽ നിന്നാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ ഗ്രഹവും ഓരോ ഭാവത്തിൽ നിന്നാൽ ഓരോ ഫലം ആചാര്യൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശുക്രൻ ശുക്രൻ ഓരോ രാശികളിൽ നിന്നാലുള്ളൊരു ഫലമുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 1-ാം ഭാവത്തിൽ നിന്നാലുള്ള ഫലമാണ്. ശുക്രൻ 1-ാം ഭാവത്തിൽ നിന്നാൽ കാമശാസ്ത്ര നിപുണനും സുഖിമാനും ആയി മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാട്ടുകാർക്ക് ദോഷമുള്ളതെന്ന് പറഞ്ഞിട്ടില്ല. ഇത് കൊല്ലാത്ത കാര്യവുമല്ലല്ലോ. കാമശാസ്ത്ര നിപുണനും സുഖിയും സുഖിമാനും. നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, സുഗന്ധലേപനങ്ങൾ പുരട്ടുക, നല്ല ഭക്ഷണം കഴിക്കുക, അങ്ങനെ ആഡംബരവുമായി ബന്ധപ്പെട്ട ശുക്രൻ്റെ കാരകത്വങ്ങൾക്ക് മികവ് വരും എന്നർത്ഥം. അടുത്ത് ഇംഗ്ലീഷിലാണ് ചോദിച്ചിരിക്കുന്നത്. പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ ദയവ് ചെയ്ത് മലയാളം ഇംഗ്ലീഷിൽ ചോദിക്കരുത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ചോദിച്ചോളൂ. എന്നാൽ ഈ പ്രശ്നത്തിന് ക്ലാസ് കൂടെ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുക. അതിലോട്ട് എത്തപ്പെടാൻ നമ്മൾ ജ്യോതിഷത്തിൻ്റെ ഒന്നും ആയിട്ടില്ല. ഒരു ജാതകം പരിശോധിക്കാൻ പഠിച്ച ശേഷം ഇനിയും കുറച്ച് കാലങ്ങളെടുക്കും, കുറച്ച് നിയമങ്ങൾ പഠിക്കാനുണ്ട്. അത് പഠിച്ച ശേഷം നമുക്ക് പ്രശ്നം എന്ന ബൃഹത്തായ ആ ശാസ്ത്രത്തിലേക്ക് വരാം. പ്രശ്നം എന്താണെന്ന്. പക്ഷേ ഇപ്പോൾ അത് സാധ്യമല്ല. ഞാൻ ഈ ചാനൽ നടത്തുന്നത് ജ്യോതിഷം ആദ്യമേ പഠിക്കുന്ന, അതിൻ്റെ ബാലപാഠം മുതൽ ഓർഡറായിട്ട് പഠിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഈ 10-ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളിന് പോസ്റ്റ് ഗ്രാജുവേഷൻ വിഷയം കൊണ്ട് പഠിപ്പിച്ചാൽ അവരാകെ കുഴഞ്ഞു പോകും. അതുകൊണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന, അല്ലെങ്കിൽ ആ പ്രശ്നം പഠിക്കാൻ ഉള്ള തലങ്ങളിലെത്തിയവർക്ക് വേണ്ടി ഞാനൊരു കാര്യം ചെയ്യാം. 1 മണിക്കൂറോ 2 മണിക്കൂറോ വീഡിയോ ഞാൻ പിടിച്ച് നിങ്ങൾക്ക് PDF രൂപത്തിലോ വാട്സപ്പിലോ ഏതെങ്കിലും രീതിയിൽ ഞാൻ അയച്ചു തരാം. നിങ്ങൾക്ക് ഇട്ട് കാണാം. പക്ഷേ അതിന് പെയ്ഡാകും, പൈസയാകും. അപ്പോൾ അത് അങ്ങനെയാണ്. ഇനി അടുത്ത് 7-ാം ഭാവസ്ഫുടത്തിൻ്റെ അംശകാധിപൻ ബുധനായാൽ എന്ത് ഫലം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് 7-ാം ഭാവസ്ഫുടം എന്ത് എന്ന്. ലഗ്നം രാശിയിൽ എവിടെയോ നിന്നോട്ട് ശ്രദ്ധിക്കരുത്. ലഗ്നം അംശിച്ചിരിക്കുന്നത് ഇടവം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ലഗ്നത്തിൻ്റെ അംശകാധിപൻ ഇടവം രാശിയുടെ അധിപനായ ശുക്രനാണ്. പക്ഷേ 7-ാം ഭാവസ്ഫുടം എന്ന് പറഞ്ഞാൽ ചാർട്ടിലുണ്ടാവില്ല. ലഗ്നം നിൽക്കുന്നതിൻ്റെ നേരെ 7-ാം രാശിയാണ്. 7-ാം ഭാവസ്ഫുടത്തിൻ്റെ നവാംശകാധിപൻ അത് ആ രാശിയുടെ അധിപനായ ചൊവ്വയാണ്. ബുധനായി മാറണമെങ്കിൽ ലഗ്നം അംശിച്ചിരിക്കുക കന്നിയിലോ, അപ്പോൾ 7-ാം ഭാവസ്ഫുടത്തിൻ്റെ അധിപൻ ബുധനായി വരും. മീനത്തിൽ അംശിച്ചിരുന്നാലും 7-ാം ഭാവസ്ഫുടത്തിൻ്റെ അധിപൻ ബുധനായി വരും. അപ്പോൾ ബുധനായാൽ നല്ലതാണ്, വ്യാഴമായാൽ നല്ലതാണ്, ചന്ദ്രനും ശുക്രനും നല്ലതാണ്. രവിയായാൽ അതിയായി കർമ്മം ചെയ്യുന്നവൻ അത് മോശം കാര്യമല്ലല്ലോ. ഇവിടെ മോശം കാര്യം 2 പേർക്കേ കൊടുത്തിട്ടുള്ളൂ. അത് കുജനും ശനിക്കുമാണ്. കുജനും ശനിയും എങ്ങനെയാ 7-ാം ഭാവസ്ഫുടത്തിൻ്റെ അംശകാധിപന്മാരായി വരിക? ലഗ്നം കർക്കിടകത്തിൽ അംശിച്ചാൽ 7-ാം ഭാവസ്ഫുടത്തിൻ്റെ അധിപൻ ശനി. ലഗ്നം
ചിങ്ങത്തിൽ അംശിച്ചാൽ ഏഴാം ഭാവസ്ഫുടത്തിൻ്റെ അംശകാധിപൻ ശനി. ലഗ്നം തുലാത്തിൽ അംശിച്ചാൽ ഏഴാം ഭാവസ്ഫുടത്തിൻ്റെ അംശം കുജൻ. ലഗ്നം ഇവിടെ അംശിച്ചാൽ ഏഴാം ഭാവസ്ഫുടത്തിൻ്റെ അംശകാധിപതി കുജൻ. അതായത് ലഗ്നം ധനു, മീനം, ഇടവം, കർക്കിടകം, ചിങ്ങം, തുലാം രാശികളിൽ അംശിക്കുകയാണെങ്കിൽ അതിൻ്റെ അംശക അധിപൻ എന്ന് പറയുന്നത് കുജനോ ശനിയോ, അതിൻ്റെ എല്ലാ ഏഴാം ഭാവസ്ഫുടത്തിൻ്റെ അംശകാധിപൻ കുജനോ ശനിയോ എന്ന് പറയും. ഇതൊരു മോശം കാര്യമാണ് പറയും. ശനിയാണെങ്കിൽ വൃദ്ധനോ മടയനോ ആണ് ഭർത്താവ്, കുജനാണെങ്കിൽ ദേഷ്യക്കാരൻ, ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇത് ഒരു ചെറിയൊരു കാരണം മാത്രമാണ്. നിങ്ങളുടെ ജാതകത്തിൽ അങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കണമെന്നില്ല. ഏഴാം ഭാവത്തിന് ലഗ്നം, ഇതെങ്കളയുക. ലഗ്നത്തിൻ്റെ ഏഴാം ഭാവത്തിന് ബലമുണ്ട്, ഏഴാം ഭാവപതി ശുഭമായി നിൽക്കുന്നു. ഇങ്ങനൊക്കെ ഗ്രഹനിലയിലെ രണരണീ ഭാവങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നോക്കാമെങ്കിൽ ഇതൊരു വിഷയമല്ല. ഒറ്റ കാരണം കൊണ്ട് ഒന്നും ചെയ്യരുത് എന്നർത്ഥം. 4-ൽ ഗുരു ദിഗ്ബലം ഉണ്ടോ? 4 കേന്ദ്രസ്ഥാനമാണ്, ഗുരുവിന് നല്ലതുമാണ്. പക്ഷേ ദിഗ്ബലം വരണമെങ്കിൽ ലഗ്നത്തിൽ വരണം. ബുധനും വ്യാഴത്തിനും ലഗ്നത്തിലും, 4-ൽ ചന്ദ്രനും ശുക്രനും കുജനും രവിക്കും 10-ൽ, ഇങ്ങനെ ആ ദിഗ്ബലം പറഞ്ഞിരിക്കുക. സാർ, 7-ാം ഭാവാധിപൻ 12-ാം ഭാവത്തിൽ നിന്ന 2 വിവാഹം ശരിയാണോ? ശരിയായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. 7-ാം ഭാവത്തിന് 7-ാം ഭാവപതി 12-ൽ വ്യയസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു ദുസ്ഥാനത്താകുന്നത് നന്നല്ല. പക്ഷേ 7-ാം ഭാവത്തിന് ശുഭബന്ധമൊക്കെ ഉണ്ടെങ്കിലും, ലഗ്നാധിപൻ്റെ ഒക്കെ ബന്ധം ഉണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല, സംഭവിക്കുകയും ചെയ്യാം. വളരെ ലളിതമായ 5-ാം ഭാവം വിശദീകരിച്ചു വന്നു. കുട്ടികൾ ഉണ്ടാകാനായി എന്തെങ്കിലും പരിഹാരങ്ങൾ ഉണ്ടാകുമോ? കുട്ടികളുണ്ടാകാൻ പരിഹാരം എന്താ ഉള്ളത്? ഫസ്റ്റ് എയ്ഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും വിചാരിക്കണം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്ന്. പുരുഷന് എപ്പോഴും അവൈലബിളാണ് ഈ സംഗതിയെങ്കിലും സ്ത്രീകൾക്ക് എല്ലാ ദിവസവും, മാസത്തിൽ എല്ലാ പ്രാവശ്യവും, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കുട്ടികളുണ്ടാകാൻ ആ ശരീരം സജ്ജമല്ല. ശരീരത്തിലെ അഴുക്കുകളെല്ലാം കളഞ്ഞ് ഗർഭപാത്രം അണ്ടം പുറത്തേക്ക് വരുന്ന ഏതാനും ദിവസങ്ങൾ മാത്രമേ ഗർഭധാരണത്തിന് ആ ശരീരം തയ്യാറെടുക്കൂ. ആ സമയങ്ങളിൽ മനസ്സിലാക്കി ആ കാര്യങ്ങൾ ചെയ്യുക. ഇനി ജ്യോതിഷത്തിൽ നിന്ന് എന്തെങ്കിലും കുഴപ്പം, ഈ സ്ത്രീക്ക് ചന്ദ്രനും കുജനും ബലമല്ലാതിരിക്കുക, ഗുരു അനിഷ്ടനാവുക എങ്കിൽ സ്ത്രീക്കും രവിക്കും ശുക്രനും പുരുഷജാതകത്തിൽ കുഴപ്പങ്ങളുണ്ടായിരിക്കുക, ഗുരുവിനും ഒക്കെ ആണെങ്കിൽ പുരുഷനും, അങ്ങനെ ഒരു കുഴപ്പം കണ്ടുപിടിച്ചാൽ പരിഹാരമായി പോകേണ്ടത് നേരെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്താണ്. അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്ത് ചികിത്സ നടത്തുക. അല്ല എവിടെയെങ്കിലും ചെന്ന് ഉരുളി കമഴ്ത്തിയിട്ട് ദൈവികമായ പരിഹാരം ഇല്ല എന്നർത്ഥം. ഏതോ ഒരു വീഡിയോയിൽ ഞാൻ മിഥുന ലഗ്നം എന്ന് പറഞ്ഞിട്ട് കന്നി ലഗ്നം എന്ന് പറയുന്നു. തെറ്റി പറഞ്ഞതായിരിക്കാം. കാരണം ചിലപ്പോൾ ചില വാക്കുകൾ ഞാൻ മീനം ചൂണ്ടിക്കാണിട്ട് ധനുവെന്ന് ഉച്ചരിക്കും. പക്ഷെ നിങ്ങൾ മീനം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുമാണ് എനിക്ക് പറ്റിയ തെറ്റ് എനിക്ക് തന്നെ മനസ്സിലാകുന്നത്. പിന്നെ ഒന്നേന്ന് വീഡിയോ പിടിക്കാനും പറ്റില്ല, അങ്കിടക്കട്ടെ എന്ന് വിചാരിക്കും. സാർ, എൻ്റെ 7-ാം ഭാവത്തിൽ ശനി നീചനാണ്. 7-ാം ഭാവാധിപൻ ശനി നീചനാണ്. സൂര്യൻ 10-ൽ മേടം രാശിയിൽ, കുജൻ 4-ൽ തുലാത്തിൽ. 4-ാം ഭാവത്തിനും 7-ാം ഭാവത്തിനും പ്രശ്നമുണ്ടോ? കർക്കിടക ലഗ്നം, 7-ാം ഭാവാധിപൻ ശനി നീചനാണ്. സൂര്യൻ 10-ൽ തന്നെയുണ്ട്, കുജൻ 4-ൽ. 7-ാം ഭാവത്തിനും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ, 7-ാം ഭാവപതി കേന്ദ്രസ്ഥാനത്ത് നീചനാണ്, മറ്റൊരു പാപനുമായി യോഗം ചെയ്യുന്നു, രാശ്യാധിപൻ ദൃഷ്ടി ചെയ്യുന്നു. 7-ാം ഭാവത്തിന് കുജബന്ധം. 7-ാം ഭാവത്തെയും 7-ാം ഭാവപതി ശനിയെയും കുജൻ നോക്കുന്നു. അതൊരു ദോഷം തന്നെയാണ്. 7-ാം ഭാവത്തിന് ദോഷം.
പാർട്ട്ണറായി വരുന്ന ജീവിത പങ്കാളിയുടെ 7ാം ഭാവവും ഇങ്ങനെ ഇരുന്നാൽ കുഴഞ്ഞു പോകും. 7ന് ശുഭബന്ധമുള്ള ഒരു പാർട്ട്ണറായിരിക്കണം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ 10ാം ഭാവം ഇങ്ങനെ 10ലേക്ക് നോക്കുന്നു. 2ാം ഭാവവതിക്ക് 10ഉമായിട്ട് ബന്ധം വന്നിരിക്കുന്നു. നിരന്തരം ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന 10ൻ്റെ ഒരു കാരകൻ കൂടിയായ 10ാം ഭാവത്തിൻ്റെ കാരകൻ കൂടിയായ ശനിയും അവിടെയുണ്ട്. 10 ബലവുറ്റതാണ്, കർമ്മഭാവം ബലവുറ്റതാണ്. 12ൽ കേതു നിന്നാൽ മോക്ഷം കിട്ടുമോ? ഇപ്പോൾ നരകം അനുഭവിക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, മുമ്പ് എത്രയോ വീഡിയോകളിൽ പറഞ്ഞിരുന്നു, രാഹു കേതുക്കളെയും മാന്തിയെയും നോക്കി ഒന്നും ജാതകത്തിൽ പറയാൻ പറ്റില്ല. ജാതകത്തിൽ നിഗമനങ്ങൾ എടുക്കുക. ലഗ്നാൽ ഏതേത് ഭാവങ്ങളിൽ ഗ്രഹങ്ങൾ നിൽക്കുന്നു, ഏത് രാശികളിൽ നിൽക്കുന്നു എന്ന് നോക്കിയാണ്. വീടിൻ്റെ ഡിഗ്രി ചരിഞ്ഞിരിക്കുന്ന വീടാണ് വിധി എന്ന് പറയുന്നത്. വടക്ക് ദർശനമായ വീട് 15 ഡിഗ്രി കിഴക്കോട്ട് തിരിഞ്ഞിരുന്നാൽ വിധിക്കാകുമോ? ഇത് വാസ്തുശാസ്ത്രം, ബുധനാഴ്ച ഇടുന്ന വാസ്തുശാസ്ത്ര എപ്പിസോഡുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം ഈ ബുധനാഴ്ച വാസ്തുശാസ്ത്രത്തിലുണ്ടാകും. ഈ കിഴക്കും തെക്കും വടക്കും പടിഞ്ഞാറും ആ ബോർഡിന്മേൽ എഴുതിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ശ്രദ്ധിക്കാം, തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം. ശുക്രൻ ജാതകത്തിൽ 12ാം ഭാവത്തിൽ കന്നിയിൽ നിൽക്കുന്നു. ഭാവാൽ 12ാം, അതായത് തുലാ ലഗ്നമായിരിക്കും. ശുക്രൻ 12ൽ നിൽക്കുന്നു. അത് ഭാവാൽ 11ൽ ആണ്. അപ്പോൾ എന്തായിരിക്കും ഫലം? ശുക്രൻ 12ൽ നിന്നാലും 11ൽ നിന്നാലും നല്ല ഫലങ്ങൾ തന്നെയാണ് പറയുക. പക്ഷേ ഇവിടെ സംഭവിച്ചു പോയത്, ശുക്രന് ഒരല്പം ബലക്കുറവുണ്ട്, നീചനാണ്, നീചരാശിയാണ്. ആ രാശി ശുക്രൻ അത്ര പന്തിയല്ല, അത്രയേ ഉള്ളൂ. ശുക്രൻ ധനുവിലും അതിൻ്റെ അംശകൻ കന്നിയിലും വന്നാൽ ശുക്രൻ്റെ ഫലത്തിന് കുറവ് വരുമില്ല, ഒരിക്കലും കുറവ് വരില്ല. ഇത് നീചരാശിയിൽ നിൽക്കുന്നത് പോലെയല്ല. ഇത് അംശകം കണക്കാക്കുന്നത് എത്ര ഡിഗ്രി മിനിറ്റ് വരുമെന്ന് കണക്കാക്കിയാണ്. ശുക്രൻ്റെ ഫലം ലഗ്നാൽ ഇവിടെ ധനുവിൽ നിൽക്കുന്നു. ബ്രാഹ്മണ ഗ്രഹമാണ്. ബ്രാഹ്മണ ഗ്രഹത്തിൻ്റെ രാശിയിൽ നിൽക്കുന്നു. ഈ രാശിയാധിപൻ എവിടെ നിൽക്കുന്നു, ലഗ്നാധിപൻ എവിടെ നിൽക്കുന്നു, ഇങ്ങനെയൊക്കെ നോക്കിയാൽ ഫലം പറയുക. ഇനി ഒരു സംശയം, കർക്കിടക ലഗ്നം, 10ൽ ശനിയും ഗുരുവും നിൽക്കുന്നു, 8ൽ ബുധനും രവി, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഗവൺമെൻറ് ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ എന്നാണ്. പരിശ്രമിച്ചാൽ കിട്ടും. ഏതോ ഒരു വീഡിയോ ഷോർട്ട് കണ്ടിട്ടാണെന്ന് തോന്നുന്നു. വ്യാഴത്തിന് 3 നല്ലതല്ലല്ലോ, അപ്പോൾ ഈ ബലം കിട്ടുമോ? വ്യാഴത്തിന് 3 നല്ലതല്ല, പക്ഷെ ഉപജയ രാശിയുമാണ്. ഫലം മിക്സ് ചെയ്യേണ്ടി വരും. അഷ്ടവർഗം, ഒരു ചോദ്യത്തിന് ഉത്തരം കൂടെ പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുക. അഷ്ടവർഗം വെച്ച് ഫലം പറയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഷ്ടവർഗം വെച്ചൊന്നും ഫലം പറയാൻ പറ്റില്ല. ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സഞ്ചാര പഥങ്ങളിലൂടെ ഓരോ ലഗ്നക്കാരനും ഓരോ ഗ്രഹങ്ങളും അതാത് കാലത്ത് ഗുണപരമായ കാലങ്ങൾ ഏതേതുണ്ടാകും എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് അഷ്ടവർഗം. അതിലോട്ടൊന്നും വരാനായിട്ടില്ല. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും ഞാൻ കവർ ചെയ്തിട്ടില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ചിലത് മാത്രം. ഇനിയാണ്, ഇതുവരെയും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, ഈ നിമിഷം വരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക. ജ്യോതിഷത്തിനുമപ്പുറം നിങ്ങൾക്ക് ഏറ്റവും ഗുണകരപ്രദമായേക്കാവുന്ന ഒരു വർത്തമാനമാണ് ഞാൻ പറയാൻ പോകുന്നത്. പറയാൻ കാരണം, എനിക്ക് വരുന്ന നിരവധിയായ വിളികൾ, മാതാപിതാക്കളുടെ വിളികൾ, മക്കളെ പറ്റിയുള്ള ആശങ്കയോടുള്ള വിളികൾ, പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് 30-35 വയസ്സായിട്ട് ഒരു തൊഴിലും കിട്ടാതെ, കല്യാണം പോലും കഴിയാതെ, ജീവിതത്തിൽ ഒന്നുമാകാതെ പകച്ചു നിൽക്കുന്ന യൗവനങ്ങളുടെ മുന്നിൽ അമ്മമാരും അച്ഛന്മാരും അനുഭവിക്കുന്ന തീവ്രമായ വേദന ആ വിളികളിലൂടെ എനിക്കറിയാം. കുഞ്ഞുങ്ങളെ വളർത്തിയതിൽ നമുക്ക് പാകപ്പിഴ സംഭവിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ജനിക്കുന്നത് മുതൽ ഒരു ജീവിതത്തിൻ്റെ മരണം വരെയുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ആദ്യത്തെ സുന്ദരമായ ഒരു പോർഷൻ, 1/3 പോർഷൻ, 75 വയസ്സ് ആയുസ് നമ്മൾ ഇടുകയാണെങ്കിൽ അതിൻ്റെ 25 വർഷത്തോളം പിൽക്കാലം 50 വർഷം എങ്ങനെ ജീവിക്കണം എന്നുള്ള വിദ്യാഭ്യാസമാണ് പല സ്ഥാപനങ്ങളിലൂടെ അവന് കിട്ടി അവൻ പുറത്തിറങ്ങുന്നത്.
ആ സ്ഥാപനങ്ങൾക്ക് നമ്മൾ ഇഴഞ്ഞു നടക്കുന്ന കാലത്തെ ഒരു കുട്ടിയെ കൊണ്ട് കൊടുക്കുന്നു. ആ സ്ഥാപനം പല പല പള്ളിക്കൂടങ്ങൾ മാറി മറിഞ്ഞ് ഇവനെ ഒരു യുവാവായി, അപ്പോഴത്തേക്കും തികവുറ്റ ഒരു യുവാവായി മാറിക്കഴിഞ്ഞിരിക്കും, അല്ലെങ്കിൽ യുവതിയായി മാറിക്കഴിഞ്ഞിരിക്കും. ഈ പരിശീലന കളരിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ വിദ്യാഭ്യാസ സ്ഥാപനം അവനും അവൻ്റെ രക്ഷകർത്താക്കൾക്കും ധൈര്യപൂർവ്വം ഒരു ഉറപ്പ് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ മകള് ഏത് ജീവിത പ്രതിസന്ധിയും അതിജീവിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ, മര്യാദക്ക് ജീവിക്കാനുള്ള വിദ്യാഭ്യാസം, അവൻ പഠിച്ച വിദ്യ കൊണ്ട് ഉപജീവനമാർഗം കഴിക്കേണ്ട വിദ്യാഭ്യാസം അവന് കൊടുത്തിട്ടുണ്ട് ഇന്ന് കേരളത്തിലെ ഏതെങ്കിലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് അങ്ങനെ പറയാൻ കഴിയുന്നുണ്ട്? റാങ്കുകൾ മേടിക്കൊടിച്ച്, റാങ്കുകൾ വാങ്ങിക്കൂട്ടി, പരീക്ഷയിൽ ഉത്തരങ്ങൾ മാത്രം എഴുതി ജയിച്ചു വരുന്ന വിദ്യാർത്ഥികൾ വീട്ടിൽ വന്നാലോ വീട്ടിലൊന്നും ചെയ്യില്ല. എല്ലാ മാതാപിതാക്കൾ ഇവിടെ വസ്ത്രങ്ങളടക്കം അടക്കിയിട്ട് കൊടുക്കണം. പെൺകുട്ടികളാണെങ്കിൽ അടുക്കളയിൽ കയറി ഒരു ചായ ഇടാനറിയില്ല. എല്ലാം ചെയ്തു കൊടുത്തു. നോക്കൂ, ഇങ്ങനെയല്ല കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ തന്നെ ചെയ്യണം. ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ വീട്ടുകാരെ ഉപദ്രവിക്കാതെ അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള പൈസ അവർ തന്നെ ഉണ്ടാക്കണം. ചിലപ്പോൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസമൊക്കെ ആണെങ്കിൽ അത് ലക്ഷങ്ങൾ ചിലവ് വരുന്നതാണ്. അതിനൊക്കെ ലോൺ എടുത്ത് കൊടുത്ത് എന്തെങ്കിലും സഹായിക്കാം. പക്ഷേ അവരുടെ യാത്രകൾക്കുള്ള, വസ്ത്രങ്ങൾക്കുള്ള പൈസയെങ്കിലും അവരുണ്ടാക്കണ്ടേ? വീട്ടിലെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത്, അത് എന്തുമാകാം. ഏത് വലിയ കുടുംബത്തിലുള്ളവനും നാൽക്കാലി വളർത്താം, ഏത് വലിയ കുടുംബത്തിലുള്ളവനും പച്ചക്കറി കൃഷി നടത്താം. അതിലേക്ക് വേണ്ടി ശരീരം കൊണ്ട് അധ്വാനിക്കാം. ശരീരത്തിൽ അഴുക്ക് പുരളട്ടെ, അതങ്ങ് കഴുകി കളഞ്ഞാൽ മതിയല്ലോ. ഒരിടത്ത് കിടന്നാൽ അത് അവിടെ കിടന്ന് തുരുമ്പെടുത്ത് അതങ്ങ് നാശമായിപ്പോകും. മറിച്ച് ആ ഇരുമ്പിൻ കഷ്ണത്തെ എടുത്തു അതിചൂടായ ചൂളയിൽ വച്ചിട്ട് പഴുപ്പിച്ചെടുത്ത് ചുറ്റിക കൊണ്ട് നിരവധിയായ താണ്ഡനങ്ങൾ ഏൽപ്പിച്ച് അതിനെ രാഗി മിനുക്കിയെടുക്കുമ്പോൾ അതൊരു ആയുധമായി മാറും. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെയും ഉള്ളുന്ന താപനിലയിലിട്ട് പാകപ്പെടുത്തേണ്ടിയിരിക്കുന്നു. മക്കളെ വളർത്തുന്ന മാതാപിതാക്കളോട് ഒരപേക്ഷ, ഇനിയെങ്കിലും സ്കൂളിൽ നമ്മൾ പറഞ്ഞേക്കുമ്പോൾ സ്കൂളിൽ നിന്നും സർട്ടിഫിക്കറ്റുകൾ 50-ന് 50 മാർക്കും വാങ്ങിക്കൊണ്ട് വരിക എന്ന മനോഭാവത്തിൽ നിന്ന് മാറി അവന് പള്ളിക്കൂടത്തിലൊന്നും വേറെ വിദ്യാഭ്യാസം കിട്ടൂല, അതങ്ങ് പോട്ടെ, നമ്മുടെ വീട്ടിലെങ്കിലും ധാർമ്മിക ബോധം, മര്യാദക്ക് എങ്ങനെ ജീവിക്കണം, ഓരോ പ്രായത്തിലും അറിഞ്ഞിരിക്കേണ്ട കാര്യം. നീന്തൽ പഠിക്കേണ്ട സമയം നീന്തൽ പഠിക്കണം, സൈക്കിൾ ചവിട്ട് പഠിക്കേണ്ട സമയത്ത് സൈക്കിൾ ചവിട്ട് പഠിക്കണം, വാഹനം ഓടിക്കാൻ സമയമാകുമ്പോൾ അതൊക്കെ പഠിക്കണം. മര്യാദക്ക് അന്യനുപദ്രവമില്ലാത്ത രീതിയിൽ. അതുപോലെ തന്നെ മറ്റ് ചില സംഗതികളുണ്ട്. പ്രാഥമിക ശുശ്രൂഷകൾ. ഒരാളൊരു അപകടത്തിൽ, ഒരു കൂട്ടുകാരൻ പറ്റിയാൽ അവനുടൻ തന്നെ അവിടെ നിന്ന് ഓടിപ്പോകാതെ അവനെ പ്രാഥമിക ശുശ്രൂഷ കൊടുക്കാനുള്ള ചില സംഗതികൾ. നോക്കൂ, വെള്ളത്തിൽ മുങ്ങിച്ചാകാൻ പോകുന്ന ഒരു കൂട്ടുകാരനെ ആ നിമിഷാർത്ഥത്തിൽ ചാടി രക്ഷപ്പെടുത്തുന്ന 50-ൽ 10 മാർക്ക് മാത്രം വാങ്ങിച്ച ഒരു വിദ്യാർത്ഥിയാണോ കേമൻ? 50-ൽ 50 വാങ്ങിച്ച് ഒന്നും ചെയ്യാതെ നടക്കുന്ന ആളാണോ കേമൻ? ഞാൻ പറയും ആദ്യത്തേതാണ് കേമൻ. കേമന്മാർക്കാർക്കും 1ാം റാങ്ക് മിക്കവാറും കിട്ടിയിട്ടില്ല. കേമത്വം കൊണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അറസ്റ്റിലും ആയിട്ടുണ്ട്. കാരണം SSLCക്കൊക്കെ 2ാം റാങ്ക് വാങ്ങിയ ശിവശങ്കരൻ, ഞാൻ പേരെടുത്ത് ഈ കേസ് പറയുന്നു. പിണറായി വിജയൻ്റെ കാലത്ത് ഉന്നതമായ ഉദ്യോഗത്തിലിരുന്ന IAS-കാരൻ ശിവശങ്കരനെ ജയിലിൽ കിടക്കേണ്ടി വന്നു, അഴിമതി കേസ്. അയാൾക്ക് ആ കിട്ടുന്ന ശമ്പളം പോലും കഴിയുന്നില്ല. ഇവൻ എന്ത് വിദ്യാഭ്യാസമാണ് പഠിച്ചത്? ഇവൻ പഠിച്ച് അയാൾക്ക് IAS കിട്ടി, എന്ത് മര്യാദക്ക് ജീവിക്കാനുള്ള വിദ്യാഭ്യാസം കിട്ടിയില്ലല്ലോ. ഇങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തരുത്. 18 വയസ്സാകുമ്പോൾ ആളായാലും പെണ്ണായാലും നിങ്ങളെ ആശ്രയിക്കരുത്. അവരുടെ നമ്മളെ കൂട്ടത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കേണ്ടവരല്ല നമ്മുടെ പിള്ളേർ. ഒരു പരിധി കഴിഞ്ഞാൽ അവർ പറക്കമുറ്റാറായാൽ ആകാശങ്ങളിലേക്ക് വലിച്ചെറിയണം.
അവർ പറക്കും. പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും തമ്മിലുള്ള ആ ഒരു വേർതിരിവ് ഇല്ലാതാകുന്ന ഒരു കാലഘട്ടമാണ്. ആൺ മേൽക്കോയ്മ ഇല്ലാതാകുന്ന കാലഘട്ടമാണ്. അതായത് ആണ് ചെയ്യുന്ന പണികളെല്ലാം മിക്കവാറും സ്ത്രീകളും ചെയ്യും. ആണിൻ്റെ അടിമയല്ല അവളും തൊഴിൽ ചെയ്യാൻ പോകുന്നുണ്ട്. അണ്ണോളം വിദ്യാഭ്യാസം, അതിനൊക്കെ ഏറെ മികവുറ്റ വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്. പക്ഷെ അവരുടെ മനസ്സിൽ ഇപ്പോഴും ഒരു അടിമത്ത മനോഭാവം കിടക്കുന്നുണ്ട് സ്ത്രീകൾക്ക്. എന്താണെന്ന് വെച്ചാൽ ആണാണ് അല്പം കേമൻ എന്നുള്ളത് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാതാപിതാക്കൾ പെൺകുട്ടികൾക്ക് ജീവിത പങ്കാളിയെ അന്വേഷിക്കുമ്പോൾ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത്. അവർ തൊഴിൽ ചെയ്യാൻ പ്രാപ്തരായതിന് ശേഷം മാത്രമേ ഒരു ജീവിത പങ്കാളിയുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കാവൂ. അല്ലാതെ പുരുഷൻ ജോലി ചെയ്ത് കൊണ്ട് കൊടുക്കുകയും പുരുഷനെ ആശ്രയിച്ച് കഴിയുകയും ചെയ്യുന്ന ഒരാളായി സ്ത്രീ മാറരുത്. നിങ്ങളെത്ര തന്നെ സമ്പത്ത് കൊടുത്തു വിട്ടാലും സമ്പത്ത് കൊടുക്കരുത്. സമ്പത്ത് കൊടുക്കുന്നതിനോട് ഞാൻ എതിരാണ്. വല്ല പ്രോപ്പർട്ടി വല്ലതും ഉണ്ടെങ്കിൽ പിൽക്കാല തലമുറയ്ക്ക് വേണ്ടി കൊടുക്കാം. എന്തിനാ കാശ് കൊടുക്കുക? വിദ്യാഭ്യാസം മാത്രം കൊടുത്താൽ മതി. കാരണം പെണ്ണ് കെട്ടാൻ വരുന്നവൻ ജോലി ചെയ്ത് ജീവിക്കാൻ പ്രാപ്തനായിരിക്കണം. പെൺവീട്ടുകാരുടെ പൈസ കൊണ്ടല്ല ജീവിക്കേണ്ടത്. അതുപോലെ തന്നെ അയാളോടൊപ്പം ജീവിക്കാൻ പോകുന്ന പെൺകുട്ടിയും അയാളെ ആശ്രയിച്ചല്ല ജീവിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ക്ലാഷുകൾ ഒഴിവാകും, പരസ്പര സ്നേഹം ഉണ്ടാവും, ആദരം ഉണ്ടാവും, അടിമത്വം ഉണ്ടാകില്ല. അടിമത്വം ആണ് പെണ്ണിനായിരുന്നാലും പെണ്ണാണിനെ കീഴടക്കി വെച്ചിരുന്നാലും അങ്ങനെയുണ്ട്. അത് അടിമത്വമാണ്, അത് ജീവിതമല്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള സ്വപ്നങ്ങളിൽ നമ്മളൊരു ശരാശരി ജീവിത നിലവാരം, ഉന്നത ഉദ്യോഗസ്ഥരായ ആൾക്കാർ പോലും, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവരുടെ മക്കളെ സർക്കാരിൻ്റെ പരിമിതമായ എണ്ണിച്ചുട്ട ഇത് കിട്ടുന്നത് പോലുള്ള ശമ്പളവും വാങ്ങി, അതിൻ്റെ വേറെ കൈക്കൂലിയും വാങ്ങി, ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ല, കാറിൻ്റെ പൈസ കൊടുക്കാൻ നിവൃത്തിയില്ല, ഇങ്ങനെയൊക്കെ നട്ടം തിരിയുന്ന അവർക്ക് മക്കളെ സർക്കാർ ഉദ്യോഗസ്ഥരാക്കണമെന്നുള്ളതാണ്. ആക്കിക്കോ. പക്ഷെ അതിനുമപ്പുറം നമ്മുടെ ചിന്തകൾ, നമ്മുടെ മക്കൾ നാസയിലെ ഒരു ശാസ്ത്രജ്ഞനാകുന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ മക്കൾ 100 1000 പേർക്ക് പണി കൊടുക്കുന്ന ഒരു സംരംഭകനാകുന്നതിനെപ്പറ്റി നമ്മൾ സ്വപ്നം കാണുന്നില്ല. അതൊക്കെ നമ്മുടെ മക്കൾ വിമാനം ഓടിക്കുന്നതിന് പൈലറ്റാകുന്നതിനെ പറ്റി സ്വപ്നം കാണുന്നില്ല. ചിലരൊക്കെ കാണും. സ്വപ്നം കണ്ടാൽ അത് നടപ്പാകും. ഈ നമ്മുടെ മക്കൾ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് തെണ്ടിത്തിരിഞ്ഞ് നമ്മളെ തന്നെ വീണ്ടും ആശ്രയിച്ച് ജീവിക്കുമ്പോൾ 8ാം ക്ലാസ് പോലും കഴിഞ്ഞിട്ടില്ലാത്തവൻ രാജ്യാന്തര യാത്രകൾ ചെയ്യുന്നു, സംരംഭകനാണ്. അവസാനമായി ഒരു സംഗതി കൂടെ പറഞ്ഞ് ഞാനിത് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ച് ഏതെങ്കിലും ഒരു ജോലി വാങ്ങി ഒരു കല്യാണവും കഴിഞ്ഞ് കുട്ടികളുമായി ഒരു കുടുംബവുമായി അങ്ങനെ കലഹങ്ങളില്ലാതെ നയിക്കുന്നു. അവസാനം നമ്മൾ ചത്തുപോകും. നമ്മുടെ കാലം കുറച്ച് കഴിഞ്ഞ് അവരും ചത്തുപോകും. ഈ സ്വപ്നങ്ങൾക്കുമപ്പുറം രാജ്യാന്തര യാത്രകളെപ്പറ്റി, ബഹിരാകാശ യാത്രകളെപ്പറ്റി, നാസയിലെ അങ്ങനെക്കൊത്ത പരീക്ഷണശാലകളിലെ ആ സയൻറ്റിസ്റ്റുകളെപ്പറ്റി, ഈ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ സംരംഭകത്വത്തെപ്പറ്റി. സംരംഭകം ഏറ്റവും മികച്ച ഒരു സംഗതിയാണ് ഏത് മേഖലയിലും. അങ്ങനെ ഈ സ്വപ്നങ്ങൾ അവരുടെ മേൽ കുത്തിവെക്കപ്പെടുകയും ഒരു സാധാരണ നരച്ച ജീവിതത്തിനുമപ്പുറം ഈ സമൂഹത്തിന് എന്തെങ്കിലും ഉപകാരമുണ്ടാക്കി വച്ചിട്ട് അവൻ അല്ലെങ്കിൽ അവൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നൊരു മേൽവിലാസം ഉണ്ടാക്കി വച്ചിട്ട് സുന്ദരമായി ഈ ജീവിതയാത്ര അവസാനിപ്പിച്ചിട്ട് അവർക്ക് പോകാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോഴേ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച ശനിയുടെ കാലഘട്ടങ്ങളുമായി ഞാൻ വരുന്നതാണ്. അതിനു മുമ്പ് ഈ വരുന്ന ബുധനാഴ്ച വാസ്തുശാസ്ത്രപരമായ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെട്ട ഒരു അറിവുണ്ട്. വെള്ളിയാഴ്ച ദിവസം ഒരു ജാതക വിശകലനവും ഉണ്ട്. നന്ദി.